ഹലോ നമസ്കാരം കേട്ടാ എല്ലാവർക്കും സുഖല്ലേ. നമ്മൾക്ക് നമ്മുടെ കൂട്ടുകെട്ടുകളുണ്ടല്ലോ, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ചാവാൻ വരെ തയ്യാറായിട്ട് നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മാത്രമേ അവസാനം വരെ ഉണ്ടാവുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു നല്ല സൂപ്പർ ഒരു തെളിവുമായിട്ടാണ്, ഒരു അനുഭവ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, കൂട്ടുകാരത്തികൾക്ക് വേണ്ടിയിട്ട്, ചങ്കത്തികൾക്ക് വേണ്ടി ചാവാൻ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ കഥ നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡയിൽ സ്റ്റുഡൻറ് വിസയിൽ വന്നൊരു പയ്യൻ. ഈ പയ്യൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് PR ഒക്കെ ആയി നല്ല രീതിയിൽ ബാങ്ക് ബാലൻസ് വരെ ഉണ്ടാക്കിയ ഒരു പയ്യൻ. ഈ പയ്യനൊരു വീക്ക്നെസ് ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ, ഈ +2 അല്ലെങ്കിൽ ഡിഗ്രി ആ കാലഘട്ടത്തിൽ നാട്ടിൽ കയറി പോന്നപ്പോൾ ഇവന് കൂട്ടുകെട്ട്, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇവൻ കിടന്ന് ചാവും. അതും ഇവിടെ വന്നപ്പോൾ ഇവന് കിട്ടിയ കൂട്ടുകെട്ടൊക്കെയും ഇവനെക്കാട്ടും പ്രായത്തിൽ മൂത്ത ചേട്ടന്മാരാണ്. അപ്പോൾ പ്രായത്തിൻ്റെതായ തക്കടത്തരികയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല പക്വതയായിട്ടുള്ള ചേട്ടന്മാരുടെ കൂടെ ആണ് ഇവൻ്റെ സെറ്റപ്പ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു, ഇവൻ്റെ PR കിട്ടി, അതിൻ്റെ പാർട്ടിയും കാര്യങ്ങളൊക്കെ നല്ല ഗ്രാൻഡായിട്ട് നടന്നു. അപ്പോൾ മോശം പറയരുത്, ഈ ചേട്ടന്മാർ സെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മദ്യപാനികളായിരുന്നു. ഏത് നല്ല വെള്ളടിക്കുന്ന ടീമുകളായിരുന്നു. അപ്പോൾ ഇവരുടെ കൂടെ കൂടിയിട്ട് ഇവൻ വെള്ളടിയും കാര്യങ്ങളായി. പിന്നീട് ഇവൻ ജോലിക്ക് പോണത് വീക്കെൻഡ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടി ഉണ്ടാകുമ്പോൾ ഇവരുടെ കൂടെ പൊളിക്കണമല്ലോ എന്നുള്ള ആ ഒരു എന്താ പറയുക, ഒരു പ്രാന്തം പുറത്ത് എന്ന് പറയില്ലേ, അങ്ങനെ. അതോടൊപ്പം തന്നെ ഇവൻ ഭയങ്കര അധ്വാനിയാണ്. അതിൻ്റെ പേരിൽ ഇവൻ്റെ കയ്യിൽ നല്ല രീതിയിൽ കാശുണ്ടാവും. അപ്പോൾ മറ്റേ ചേട്ടന്മാർക്ക് അവർ ഫാമിലിയാണ്, അവർ കുറച്ച് ബുദ്ധിമുട്ടിലേക്ക് വരുമ്പോൾ ഇവനെ വിളിക്കും. അപ്പോൾ ഇവൻ വളരെ ഇതിൽ കാശ് കൊടുക്കും. ഒരു 10,000-5,000 ചോദിച്ചാൽ എടുത്ത് കൊടുക്കും. പക്ഷേ 500-ഉം 1,000 ആയിട്ട് ഇങ്ങനെ ചിന്ന ഭിന്നായിട്ട് തിരിച്ചു കൊടുക്കും. അതൊന്നും വിഷയമല്ല. കാരണം ചേട്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചാവും. അങ്ങനെയാണ്. അങ്ങനെ ഗ്രാൻഡായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി. PR കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ PR കിട്ടിയതിൻ്റെ ഒരു പാർട്ടി അങ്ങോട്ട് നടത്തി പറഞ്ഞാൽ ഗംഭീര പാർട്ടിയായിരുന്നു. നല്ല കിടുക്കാച്ചി പാർട്ടി എല്ലാം കഴിഞ്ഞപ്പോൾ ചേട്ടന്മാർക്ക് ഒരു ആശയം വന്നു, കാരണം നമുക്ക് ക്യാഷിനുള്ളത് പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അതിനിപ്പോൾ എന്താ, ചേട്ടന്മാർ പറഞ്ഞാൽ പിന്നെ മറ്റേ വാക്കിന് മറുവാക്കില്ല എന്ന് പറയില്ലേ, അതേമാതിരി ഇവൻ ചാടി കയറി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, നമുക്ക് ടാക്സി വിളിച്ച് പോവാം, നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ട്, റിസ്ക് എടുക്കണ്ട, ടാക്സി വിളിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. നിന്ന് പോയേരാ അവിടെ നിന്ന് ടാക്സിയും കോപ്പും എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ വണ്ടി എടുക്കാൻ പോയി. പോകാൻ പറഞ്ഞു, ചേട്ടൻ എടുക്കണ്ട, ഞാൻ എടുത്തോളാം ഓക്കെ എന്നും പറഞ്ഞിട്ട് സ്വന്തം വണ്ടി എടുത്തിട്ട് നേരെ ഈ ചേട്ടന്മാരും കയറ്റിയിട്ട് കാസിനോയിലേക്ക് പോയി. അപ്പോൾ എന്തായാലും പോണ പോക്ക് നല്ല ഗംഭീര പോക്കായതുകൊണ്ട് ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെ പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ കാസിനോയിലേക്ക് പുറപ്പെട്ടവർക്ക് നേരെ ചെന്ന് നിന്നത് പോലീസ് സ്റ്റേഷനിലും ജയിലിലുമാണ്. ഈ ചേട്ടന്മാരേക്കും ഇവർ പോലീസ് പറഞ്ഞു നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. ഈ കൊച്ചു ചെറുക്കനെ നേരെ പോലീസ് കൊണ്ടുപോയി ജയിലിലിട്ടു. അങ്ങനെ ജയിലിലിട്ട് കഴിഞ്ഞു. അവിടെ നിന്ന് അവൻ ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്നുള്ള സാധനം വരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ, ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ചേട്ടന്മാർക്കൊക്കെയും ഇവൻ ഏതാണ്ട് നിശ്ചിത കഥാപാത്രം പോലെ ഒരു മൈൻഡും ഇല്ല. അതുമാത്രമല്ല, ഈ ചേട്ടന്മാർ തന്നെ അവർക്കറിയാവുന്ന ആൾക്കാരോടൊക്കെയും പറഞ്ഞു നടന്നു ഇവൻ കള്ളം കുടിച്ച് ഇങ്ങനെ ഉണ്ടായി. അവസാനം പോലീസ് പിടിച്ചു, ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഡീപ്പോർട്ട് ചെയ്യും, ക്രിമിനൽ ഒഫൻസാണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര കഥകളാണ് അടിച്ചിറക്കി. ഈ ചേട്ടന്മാർ. അപ്പോൾ ഇവന് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു അത്. ഇവൻ പോയിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാനിത് എടുത്തേ, ഞങ്ങൾ കള്ളം പുറത്ത് പലതും പറയും, നീ വേണം നിൻ്റെ കാര്യം നോക്കാൻ അല്ലേ. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇവരുടെ കള്ളുപിടി സഭയിൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഇവനെ നന്നായിട്ട് കളിയാക്കി ഒരു ക്ലൗണാക്കുക, അല്ലെങ്കിൽ ബഫൂണാക്കാന്ന് പറയില്ല, ഒരു കോമാളി വേഷം കെട്ടിച്ച മാതിരി ഇട്ടിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കില്ല. ഇവനത് താങ്ങാവുന്നതിലപ്പുറത്തായിരുന്നു. ഗ്രാജുവലി ഇവനെ വിളിക്കലും കാര്യങ്ങളും ഒക്കെ കുറഞ്ഞു, ആ ഒരു ലെവലിൽ പോയി. അപ്പോൾ ഇവന് ടിക്കറ്റ് വന്നു, കോടതി പോകണം, വക്കീലിനെ കണ്ടു. വക്കീൽ പറഞ്ഞു, ഈ സാധനം നീ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് പണിയാണ്. കാരണം ഒന്നുകിൽ അവർക്ക് വേണമെങ്കിൽ നിന്നെ PR ക്യാൻസൽ ഡീപ്പോർട്ട് ചെയ്യാം. അത് എത്ര പോയിന്റ് എങ്ങനെ ചേർത്തിട്ടുള്ളത് അതിൻ്റെ ലെവലിലാണ്. ചെയ്ത കുറ്റം വലുതാണോ ഇതാണോ അതനുസരിച്ച് ഇതാക്കും. അല്ലെങ്കിൽ PR ഒന്നും പറ്റില്ല, നിൽക്കും. PR റിന്യൂ ചെയ്യണ സമയത്ത് ഈ സാധനം പൊങ്ങി വരും. ക്രിമിനൽ ഒഫൻസ് എടുക്കുന്നതുകൊണ്ട് അത് പൊങ്ങി വരും. നിനക്ക് PR പുതുക്കാൻ പറ്റില്ല. സിറ്റിസിനെ കൊടുക്കാനെ പറ്റി ചിന്തിക്കുക വേണ്ട. ആ സമയത്ത് വക്കീലിനെ വെച്ചിട്ട് ഈ സാധനയ്ക്കും എക്സ്പ്ലനേഷനും കാര്യങ്ങളും കൊടുത്ത് പിടിച്ച് നന്നായിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ ഇപ്പം തന്നെ ഈ സാധനത്തിനെ
നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇവരെ തള്ളിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റാവുന്ന പണി. ചിലപ്പോൾ ലൈസൻസ് വരെ ചിലപ്പോൾ സസ്പെൻഡ് ആവും, പക്ഷേ 1 ഇയറോ 2 ഇയർക്ക് ചിലപ്പോൾ സസ്പെൻഡ് ആവും. നല്ല പൈസ ചിലവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറുക്കൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ ഒരു 10-40 ലക്ഷം രൂപ ഇക്കണ്ട കൊല്ലം പണിയെടുത്ത പൈസയും ഇക്കണ്ട കള്ളു കുടിച്ചിട്ട് ചെയ്തിട്ടും ഇക്കണ്ട കാശ് അവൻ്റെ ഉണ്ടായിരുന്നു. 10-40 ലക്ഷം രൂപ എൻ്റെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേസ് നടത്തിക്കോന്ന് പറഞ്ഞു. അപ്പോൾ കേസായിട്ട് അങ്ങനെ മുന്നോട്ട് പോകണു. അപ്പോഴാണ് ഇവൻ ശരിക്കും തിരിച്ചറിയണത് ഇവരുമായിട്ട് ഇവൻ ഇമോഷണലി എത്രത്തോളം കണക്റ്റഡ് ആയിരുന്നു എന്നുള്ളത്. ആരും വിളിക്കണില്ല, ഇവൻ ഒറ്റയ്ക്കായി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇവന് ഭ്രാന്ത് പിടിച്ച പോലെ. അപ്പോഴാണ് ഇവൻ ആലോചിച്ചത്, ബൈബിളിൽ ധൂർത്തപുത്രൻ്റെ കാര്യം പറഞ്ഞ മാതിരി എനിക്കൊരു അപ്പനും അമ്മയുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ അവരെ വിളിച്ചു, ഉണ്ടായ കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്നിങ്ങനെ പറഞ്ഞു. ഫുള്ള് പറഞ്ഞില്ല, ശകലം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് വൈബ്രൻ്റ് കേസൊക്കെ ആയി. അപ്പൻ പക്ഷേ കുറച്ചതിൽ പറഞ്ഞു, എടാ കേസ് നടത്തി കഴിഞ്ഞാൽ ഈ സാധനം ഓക്കെ ആവോ? എൻ്റെ മോൻ എന്തിനാ പോയിട്ട് മെനക്കെട്ട് പഠിച്ച് PR ഒക്കെ ആയില്ലേ? മോര് പണിയോ? മോൻ നാട്ടിക്ക് പോവാ, നമുക്ക് നോക്കാടെ എന്താ വെച്ചെങ്കിൽ കയറി വാട മക്കളെ എന്ന് പറഞ്ഞിട്ട് അവനെ നാട്ടിക്കാണ് വിളിച്ചു. അപ്പോൾ അവൻ ഇവിടുത്തെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് അവൻ നാട്ടിൽ പോയി അവന് അവിടെ ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതെല്ലാവർക്കും വലിയ അനുഗ്രഹമാണ്. പണി പോകുന്നവനും ഏത് രീതിയിൽ പോകുന്നവനും പറയാം വർക്ക് ഫ്രം ഹോം ആണേ എന്നും പറഞ്ഞിട്ട് വീട്ടിലിരിക്കാം. അങ്ങനെ അത് നാട്ടുകാരോട് കഥ പറഞ്ഞിട്ട് ഇവൻ വീട്ടിലിരുന്ന് കുറച്ച് കാലം ചെന്നപ്പോൾ ഇതേമാതിരി ഇവിടെ നിന്ന് പോയതിൻ്റെ വലിയൊരു പിന്നെ പറയുമ്പോൾ വേറെന്ന് പറയണല്ലോ, ഇവന് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണയ്ക്കും വീട്ടുകാർക്കും ഉറപ്പിച്ചെല്ലാം സെറ്റാക്കിയ സാധനമാണ്. പക്ഷേ ഇവൻ കള്ളും കുടിച്ചിട്ട് കേസായി, ഇവൻ്റെ പെർമിറ്റ് പോവാണ്, ഇവൻ കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിലുള്ള ന്യൂസുകൾ വന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞു മോനെ നടക്കൂല. അപ്പോൾ ആ പെണ്ണും പോയി. അപ്പോൾ ആ പ്രശ്നം ഈ രണ്ടും കൂടിയായപ്പോൾ ഇവന് താങ്ങാൻ പറ്റാണ്ടായി. അങ്ങനെ നാട്ടിൽ പോയി അത്യാവശ്യം ഒരു 1-2 മാസം നല്ല വെള്ളടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 3 മാസമൊക്കെ ആയപ്പോൾ അപ്പം വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ശരിയാവില്ല, നിനക്ക് നല്ലൊരു മനസ്സുണ്ട്, സ്ട്രോങ് ആയിട്ടൊരു മനസ്സുണ്ട്, അപ്പം അതുകൊണ്ട് നമുക്കിനി കുറേശ്ശെ റിക്കവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ അപ്പൻ ഇവനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്ത് എന്തിനു പറയണോ ഒരു 9 മാസം 10 മാസം ആ ഗ്യാപ്പിൽ ഈ ചക്കൻ വീണ് തിരിച്ച് നാട്ടിൽ നിന്ന് കാനഡയ്ക്ക് പോന്നു. അത്രയും കാലം വക്കീല് ഇവന് ഇമെയിൽ അയക്കും, ആ പൈസ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതായത് ഈ പറഞ്ഞ 10-40 ലക്ഷം രൂപ ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അണ്ണൻ 0 ആയി. 40 ലക്ഷം വക്കീലിന് കൊടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത്. കേസ് നടത്താനായിട്ട് 10,000-20,000-30,000 അവിടെ ഉണ്ട്. പിന്നെ നാട്ടിൽ പോയി, പിന്നെ അവിടെ നിന്ന് ചിലവും പിന്നെ വരുമാനമൊന്നും ഇല്ലല്ലോ. അങ്ങനെ എല്ലാം 0 ആക്കിയിട്ട് ആള് വീണ്ടും വന്ന് ഈ പറഞ്ഞ കൂട്ടുകാരെന്നിട്ട് യാതൊരു കണക്ഷനില്ല, ഫോൺ നമ്പർ വരെ മാറ്റി കളഞ്ഞു. എന്നിട്ട് പുതിയതായിട്ട് ആശാൻ വീണ്ടും മറ്റൊരു ജീവിതം തുടങ്ങിയേക്കാണ്. കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, വളരെ ഹാപ്പിയായി. ഇപ്പോൾ ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡായി കിട്ടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. എന്നെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ വീണ്ടും ഒന്നേന്നൊരു തുടക്കം തുടങ്ങാൻ പോവാം. അന്ന് ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ PR എന്നുള്ള പെർമിറ്റ് ഉണ്ട്, സോ എനിക്കത് പിടിക്കാൻ പറ്റും. ആ പുള്ളി പറഞ്ഞ കാര്യത്തിലുള്ളൂ, ചേട്ടന് വീഡിയോ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ പോരുമ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൾക്കാരാണ് നമ്മുടെ ചേട്ടൻ, അനിയൻ, അപ്പൻ, വല്യപ്പൻ, അങ്ങനെയായിട്ട് നമ്മൾ കാണണേ. പെങ്ങന്മാർ ജാഗരി ഇവിടെ, അത് പോട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഇവരൊക്കെ നമ്മുടെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാവും എന്നുള്ളൊരു ധാരണ പുറത്ത് കുറെ അബദ്ധങ്ങളിൽ പോയി ചാടി കൊടുക്കും നമ്മൾ. എല്ലാ കൂട്ടുകാരും ചെറ്റകളാന്നല്ല ഞാൻ പറയണേട്ടാ, മനസ്സിലാവണ്ട. നല്ല ആൾക്കാരും ഉണ്ട്, പക്ഷെ വിരൽ കുറച്ച് ഉണ്ടാവുന്നതൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചത്ത് പണിയെടുത്താൽ മാത്രമേ നമ്മുടെ കാര്യം നടക്കുള്ളൂ. അപ്പോൾ ഒരാളുടെ പിന്നാലെ പോകാനായിട്ട് ആർക്കും പറ്റില്ല. അവൻ പറഞ്ഞത് ഒരിക്കൽ പോലും എടാ മോനെ പറ്റാനുള്ളത് പറ്റി, ഞങ്ങൾക്ക് എന്തെങ്കിലും നിനക്ക് കാശൊന്നും സഹായിക്കാൻ പറ്റില്ല, നമുക്കൊരു വക്കീലിനെ കാണാം, അല്ലെങ്കിൽ എന്താ പറ്റിയത്, നമുക്ക് എന്താ ചെയ്യണ്ടേ, അങ്ങനെ ഒരിക്കൽ പോലും ഈ ചേട്ടന്മാർ സെറ്റ് അവനോട് ചോദിച്ചില്ല. അപ്പം അവർ ശരിക്കും അവനെ കണ്ട കാലം അവനെ മുതലാക്കുകയായിരുന്നു. അവർ കാശിനാവശ്യമുള്ളപ്പോൾ കാശ് മേടിക്കും, കള്ളിനാവശ്യമുള്ളപ്പോൾ കള്ള് മേടിക്കും, പിന്നെ ഇവൻ്റെ താമസ സ്ഥലത്ത് ചെല്ലുന്നു, കള്ളും കുടിച്ച് അർമാദിക്കുന്നു. അവർക്ക് പറ്റിയൊരു സ്ഥലം അതവർ കറക്റ്റായിട്ട് അങ്ങ് യൂട്ടിലൈസ് ചെയ്തവനെ. ഇതവൻ തിരിച്ചറിഞ്ഞത് ഒറ്റയ്ക്കായപ്പോഴാണ്. അപ്പം അവൻ പറഞ്ഞത്രേ ഉള്ളൂ, ചേട്ടാ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് PR-ലായിക്കോട്ടെ സിറ്റിസൺസിന് പോലും അറിയാത്ത കാര്യമുണ്ട്. വെള്ളടിച്ചിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വലിയ കുറ്റമാണ്. പണ്ട് ഞാനൊക്കെ വന്ന സമയത്ത് അത്ര വലിയ കുറ്റമായിരുന്നില്ല. അത് ഒരു 5-6 കൊല്ലം മുമ്പ് അങ്ങോട്ട് പക്ക ക്രിമിനൽ ഒഫൻസാക്കി ഈ സാധനം നമ്മുടെ എന്താ പറയുക അണ്ണാക്ക് പൊളിഞ്ഞു പോകുന്നു അറിയില്ല, അമ്മാതിരി പണി കാണിക്കും ഇവർ.
അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. കൂട്ടുകെട്ടുകൾ വേണം, നമുക്ക് എല്ലാ കൂട്ടുകെട്ടും വേണം. എല്ലാത്തിനെയും ഒരു കയ്യകലത്തിൽ അങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പം എന്താ വെച്ചാൽ നമ്മൾ ഇമോഷണലി വല്ലാതെ ലോക്കാവില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ തേങ്ങ മാങ്ങ ഒരാളുടെ സങ്കടം കേൾക്കാൻ ഒരാൾക്ക് സമയമില്ല. ആ സമയത്ത് ഒരാളുടെ ചെവിയായിട്ട് മാറാന്ന് പറയില്ലേ, കേൾവിക്കാരനായിട്ട് മാറാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനത്തേക്ക് ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് ഇമോഷണലി അങ്ങനെ അറ്റാച്ച്ഡ് ആവും. അതിൻ്റെ കുഴപ്പം എന്താണ്, നാളെ മുതൽ ഈ ആളില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മൈഗ്രെയിനായി, ഡിപ്രഷനായി, കള്ളുകൂടിയായി, കഞ്ചാവായി, കാര്യങ്ങളായി. എന്നിട്ട് നമ്മൾ ഇത്രയും വിലപ്പെട്ട് നമ്മുടെ ജീവിതം ഒരു 5-6 കൊല്ലം നമ്മൾ ചെലവഴിച്ചിട്ട് ത്യാഗങ്ങൾ സഹിച്ചിട്ട് ഉണ്ടാക്കിയ നമ്മുടെ പെർമിറ്റ്, ഞാൻ ഉദ്ദേശിച്ച PR അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതം വാട്ടെവർ, അത് തകർന്നു പോവാ. അപ്പോൾ ആലോചിക്കുക, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒറ്റയ്ക്കാണ് വന്നത്, തിരിച്ചു പോണത് ഒറ്റയ്ക്കാണ്. അപ്പം ഇതിനിടയിൽ കിട്ടുന്ന എല്ലാവരും, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, എല്ലാവരും നമ്മുടെ ഈ ഒരു ലൈഫ് ജേണിയിൽ ഇടയ്ക്ക് വന്ന് കയറുന്നവരാ, ഇടയ്ക്ക് പോവുകയും ചെയ്യും. അപ്പം അതൊക്കെ ഒന്ന് ആലോചിക്കുക. സ്നേഹിക്കണം, എല്ലാവരും സ്നേഹിക്കണം, എല്ലാം പാകത്തിന്. അപ്പോൾ ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ശരി.